അപ്പോൾ ആശാരിച്ചക്കൻ ചെയ്യുന്ന ഒരു പൂജാ യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ കൊഴിഞ്ഞമ്പാറ സൈറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ, അതായത് പഴയ മോഡലിലൊരു നമ്മളൊരു അമ്പലപ്പുര പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുകളിൽ പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ലാമിനേറ്റ് 2-3 സൈറ്റിലായി യൂസ് ചെയ്യുന്നു. 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ്, താഴത്തിന് 2 ഷട്ടർ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ മെയിൻ ഷട്ടറിൽ ഫുള്ള് CNC വർക്ക് അടിപൊളിയായിട്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നമുക്ക് അത്രയും ഒരു എലിഗൻറ്റ് വൈബ് വരണമെന്ന് പറഞ്ഞിട്ട് അതിലും CNCയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോട്ടോ കാര്യങ്ങളൊക്കെ നോക്കി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ ഡോർ ഒരുപാട് സമയം വിളക്ക് വെച്ചിട്ട് തുറന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് ഈ പോക്കറ്റ് സ്ലൈഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഹെഫല്ലയാണ് അത് ഫസ്റ്റ് തന്നത്. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഏകദേശം 800 രൂപയ്ക്കൊക്കെ ഇപ്പോൾ ചാനൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 അടി കൂടുതലുള്ളത് കാരണം തന്നെ 3 സ്ലൈഡർ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. സ്ലൈഡർ സോഫ്റ്റ് ഒന്നുമല്ല, നോർമലാണ്. 500 mm ആണ് ലെങ്ത്ത് കൂടിയത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. ബെൻഡ് ഇഷ്യൂസ് വരണ്ടെന്ന് പറഞ്ഞിട്ട് 3 കൊടുത്തിട്ടുണ്ട്. ഹിഞ്ചസ് ഞാൻ സോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ സ്ലൈഡർ. അതിലാണ് സെറ്റിങ്സ് വരുന്നത്. ഒരു 100 mm ഫേഷ്യ വേണം കേട്ടോ. ആ ഫേഷ്യയിലാണ് നമ്മൾ ഷട്ടർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഡോറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ 2 ഹിഞ്ചസ് പോക്കറ്റ് സ്ലൈഡർ ഫിറ്റ് ചെയ്യുന്ന സൈഡുണ്ടല്ലോ, ആ സ്ലൈഡറിൻ്റെ കാനം അങ്ങോട്ട് തള്ളി വെക്കണം. ഏകദേശം 12 mm ഡോറ് മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ആ 12 mm ഗ്യാപ്പ് വരുമല്ലോ, ആ ഗ്യാപ്പ് കാണാതിരിക്കാൻ കാർ കേസിൽ നമ്മളൊരു 9 mm പീസ് അടിക്കണം. ഇതേപോലെ ഒരു 9 mm പീസ് കൊടുക്കണം ആ സ്ലൈഡറിൻ്റെ അതേ കനത്തിൽ. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഡോറ് കിട്ടുള്ളൂ. ഡോറ് പുറത്തല്ല കേട്ടോ വരുന്നത്. ഏത് യൂണിറ്റിലാണോ നമ്മൾ വെക്കുന്നത് അതിന് ഇൻസൈഡ് മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു 2 mm മിനിമം 2 എങ്കിലും അല്ലെങ്കിൽ 3 mm ലൂസ് കണ്ടാൽ മാത്രമേ ഈ സ്ലൈഡർ കറക്റ്റായിട്ട് പോവുള്ളൂ. പിന്നെ സോഫ്റ്റ് ക്ലോസും വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഈ ലാമിനേറ്റ് ഇപ്പോൾ 3-4 സൈറ്റിലായി യൂസ് ചെയ്യുന്നു കേട്ടോ. എന്നാലും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം.